അപ്പോൾ ഇപ്പോൾ തന്നെ എറണാകുളത്ത് പുത്തൻവേലിക്കരയിൽ ഒരു അമ്മയും മകളും മത്സരിക്കുന്നുണ്ട്. മകളുടെ പ്രായം 21 ആതിര ഷിബു എന്ന മറ്റാണ് പേര്. അവർ ഒരു വാർഡിൽ മത്സരിക്കുന്നു. അതുപോലെ അടുത്ത വേറൊരു വാർഡിൽ അമ്മ മത്സരിക്കുന്നു. അപ്പോൾ 21 വയസ്സുള്ള ആതിരയെ മത്സരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ പ്രായം കുറഞ്ഞ യുവജനങ്ങളെയും അതുപോലെ സ്ത്രീകളെയും കൂടുതൽ ഈ മത്സരത്തിൽ പങ്കാളികളാക്കുക. അതിനുശേഷം അവർ ജയിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നുള്ള സമൂഹത്തിൻ്റെ ഭരണത്തിൽ അവർ പങ്കാളികളാകുന്നു. അങ്ങനെ ആണ് BJP ലക്ഷ്യമിടുന്നത്. BJP കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ആളുകൾ BJPയിലേക്ക് വന്നുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ CPMൽ നിന്നോ അല്ലെ മറ്റ് CPIയിൽ നിന്നോ ജനതാദളിൽ നിന്നോ ഒക്കെ ഈ BJPയിലേക്ക് വരുന്നതുകൊണ്ടല്ല. BJP കേരളത്തിൽ വളരുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസം നേടി ലോകത്തെ മനസ്സിലാക്കി പുതിയ അറിവുകൾ നേടിയ യുവജനങ്ങളും സ്ത്രീകളും കൂടുതലായിട്ട് BJPയിൽ ആകൃഷ്ടരായി വരുന്നത് കൊണ്ടാണ് BJP കേരളത്തിൽ വളരുന്നത്. അതുകൊണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലുമൊക്കെ കൂടുതൽ യുവജനങ്ങൾ, സ്ത്രീകൾ BJPയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് മറ്റ് പാർട്ടികളും ഒരു കോപ്പിയടിക്കുന്ന ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതൊരു കാര്യവും കൂടെയാണ്. അപ്പോൾ എന്താണ് യുവജനങ്ങൾക്ക് വേണ്ടത് എന്ന് BJP തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യുവജനങ്ങൾക്ക് വേണ്ടത് തീർച്ചയായിട്ടും നല്ല വിദ്യാഭ്യാസം വേണം. അല്ലാതെ നല്ല വിദ്യാഭ്യാസം നൽകാനുള്ള PM ശ്രീ പദ്ധതിയൊക്കെ ഇവിടെ വേണ്ട എന്ന് പറയുന്ന ഒരു സമീപനമല്ല BJPക്കുള്ളത്. നല്ല സ്കൂളുകളുണ്ടാവണം, നല്ല കോളേജുകളുണ്ടാവണം, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാവണം, നല്ല വിദ്യാഭ്യാസം നേടണം. അതിനുശേഷം അവർക്ക് വേണ്ടത് നല്ല ജോലിയാണ്. അതിനുശേഷം അവർക്ക് വേണ്ടത് നല്ല ഒരു ക്വാളിറ്റി ഓഫ് ലൈഫാണ്. കാരണം നമ്മുടെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ യുവജനങ്ങൾ മറ്റ് രാജ്യങ്ങളിലുള്ള ജീവിത സൗകര്യങ്ങൾ എങ്ങനെയെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ കണ്ട യുവജനങ്ങൾ ഇവിടെയും എന്തുകൊണ്ട് നമുക്കത് പറ്റില്ല, ആയിക്കൂടാ എന്നുള്ള ചിന്ത വരും. അപ്പോൾ അത് ആ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ആക്കാനുള്ള ഒരു സാഹചര്യം, അതിനുള്ള ഒരു അവസരം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും ഒക്കെ മത്സരിച്ച് ജയിച്ചാൽ അവർക്ക് നേടാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ യുവജനങ്ങൾക്കുണ്ട്.